വർഷങ്ങളായി പ്ലാസ്റ്റിക് മേഞ്ഞ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന പള്ളിത്തോട് സ്വദേശിനി സുഭാഷിണിക്ക് ഇനി അന്തിയുറങ്ങാൻ പുതിയ വീട്. മട്ടാഞ്ചേരി സ്വദേശി മുകേഷ് ജെയിനാണ് സുഭാഷിണിക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തത്. സുഭാഷിണിയുടെ ദുരിത ജീവിതം വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ മുകേഷ് ജെയിൻ അവർക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. വീടിന്റെ താക്കോൽദാന കർമ്മം മുകേഷ് ജെയിനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് നിർവഹിച്ചു. മട്ടാഞ്ചേരി സ്വദേശി മുകേഷ് ജെയിനാണ് വർഷങ്ങളായി പ്ലാസ്റ്റിക് മേഞ്ഞ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന പള്ളിത്തോട് വടക്കേക്കാട് കോളനിയിൽ സുഭാഷിണിക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. പ്ലാസ്റ്റിക് മേഞ്ഞ വീട്ടിൽ ഇടയ്ക്കിടെയുണ്ടായ തീപിടുത്തവും സുഭാഷിണിയുടെ ദുരിത ജീവിതവും വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ മുകേഷ് ജെയിൻ സുഭാഷിണിക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെ ഇവിടെ മരുമോള് പറഞ്ഞ് ഏതായാലും വന്ന സ്ഥിതിക്ക് വീട് നോക്ക് വളരെ ഒരു ദയനീയ സ്ഥിതിയാണ്. ഞാൻ പറഞ്ഞില്ല, കറണ്ട് ഉണ്ടല്ലോ, ഇല്ല വന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് താഴത്തെ സീറ്റ് ഇട്ടിരിക്കുന്നത്, സൈഡിലെ സീറ്റ്. അപ്പോൾ ജാൻസി ചേച്ചിയോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോഴും എൻ്റെ മൈൻഡിൽ അത്രയും ദുരിതം കയറുന്നില്ല. പക്ഷേ അതിനനുസരിച്ച് ഇവർ പറഞ്ഞ് ഇവിടെ തീ പിടിച്ച് പോയിട്ടുണ്ട്. അതിന് തീ പിടിച്ച സീറ്റ്, ഉരുകിയ സീറ്റൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഒരു 50 ശതമാനം വരെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു പ്ലാൻ ഇട്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല. പിന്നെ ഇവർ ഇവിടെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞ് ഇവിടെ ഈ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് പണയുന്ന രീതികളുണ്ട്. മുകളിലെ സീറ്റും സൈഡിലെ കോൺക്രീറ്റ് ബോർഡ് ഇട്ടിട്ട് ചുരുങ്ങിയ ചിലവിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. അവർ ഒറ്റക്കുള്ള ഒരു മുറി ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ 1.5 ലക്ഷത്തിലേക്ക് ഒതുക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പായി. ഇതൊക്കെ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫും പറഞ്ഞ് ഏതായാലും ഒരു നല്ല കാര്യമല്ലേ, തീ പിടിച്ച് പോകരുത്, ഒരു വ്യക്തിക്ക് ആ ഒരു അപകടം സാധ്യത ഒഴിവാക്കി കൊടുക്കണം. ഒരു 2 ലക്ഷം രൂപ വരെ ചെയ്തു കൊടുക്കുന്നത് വൈഫും ധൈര്യം കൊടുത്തപ്പോൾ അതിനകത്ത് ഇറങ്ങി. സുഭാഷിണിക്ക് സ്വന്തമായി ഉണ്ടായ 1.5 സെന്റ് ഭൂമിയിൽ 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചതെന്ന് മുകേഷ് ജെയിൻ പറഞ്ഞു. അയൽവാസിയായ ജാൻസി ആന്റണിയാണ് വീട് ലഭിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതെന്ന് സുഭാഷിണി പറഞ്ഞു. പരസ്യം ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട മൈനെ, ഞാനൊക്കെ ഇടണം മൈനെ, ചേച്ചിക്ക് കിട്ടിയതെന്ന് പറയാം. പക്ഷെ ആ കൊച്ചിനത് കേൾക്കാതെ കണ്ട് അത് പേപ്പറിലിട്ട് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം വഴി കാട്ടി തന്ന യൂസഫാണ്. പിന്നെ ഈ ഭവനത്തിന് വേണ്ടി കൂടുതലും കഷ്ടപ്പെട്ടത് ജാൻസിയാണ്. എന്നേൽ കൂടുതൽ കഷ്ടപ്പെടുകയും എല്ലാ കാര്യത്തിനും എനിക്ക് പിന്തുണയിൽ നിന്നതവളാണ്. പിന്നെ ഇവിടെ വന്ന പണിക്കാരെല്ലാവരും എന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ നാട്ടുകാർ, അയൽവാസികൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് സഹായവും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നമസ്കാരം, 1000 ദൈവങ്ങളെ വിളിച്ചു ഞാൻ. വീടിനു വേണ്ടി പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ നിരവധി പേർക്ക് അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് സുഭാഷിണിക്ക് വീട് ലഭിച്ചത്. വീടിന്റെ താക്കോൽദാനം മുകേഷ് ജെയിനും ഭാര്യ ഭാവന മുകേഷും ചേർന്ന് സുഭാഷിണിക്ക് നൽകി. താക്കോൽദാന ചടങ്ങിൽ MM സലീം, PA അബ്ദുൾ റഷീദ്, സുജിത് മോഹൻ, KP ലോറൻസ്, ജാൻസി ആന്റണി, ജോസഫ് P വർഗീസ്, A ജലാൽ, വിപിൻ പട്ടേൽ, മുജീബ് റഹ്മാൻ, പങ്കജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.